വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. തൃണമൂൽ കോൺഗ്രസ് വെണ്ണീറായതോടെ പഴയ കോൺഗ്രസ് നേതാവായ മഹുവ മൈത്ര അടക്കമുള്ളവർ കോൺഗ്രസിലേക്ക് പോവുകയാണ്. ഇനി തൃണമൂൽ കോൺഗ്രസിന്റെ കാലമല്ല എന്നുള്ള തിരിച്ചറിവാണ് അവർക്കെല്ലാം ഉള്ളത്. മിമി ചക്രവർത്തിയും നുസ്രത്ത് ജഹാനുമൊക്കെ കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ബംഗാളിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളൊക്കെ ബിജെപിയുടെ ഈ അവിചാരിതമായ മുന്നേറ്റം കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാകുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി പരിപൂർണമായി തകർന്നടിയുന്ന വക്കിലേക്ക് എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രക്ഷയുമില്ല. ഇടതു പാർട്ടികൾ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് കൊട്ടിഘോഷിക്കാൻ ഇടത് സൈബർ ലോകവും ഇടത് മീഡിയകളും ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതല്ല സത്യം. അവിടെ ബംഗാളിൽ താൽക്കാലികമായ ഒരു പ്രതിപക്ഷമെന്ന് പറയാൻ ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ഉള്ളത്. എങ്കിലും തൃണമൂൽ കോൺഗ്രസ് പിളർന്ന് നാമവിശേഷമാകുന്ന രീതിയിലേക്ക് പോകുമ്പോൾ മഹുവ മൈത്ര അടക്കമുള്ളവർ തീർച്ചയായും പുതിയ മേച്ചിൽപ്പുറം അന്വേഷിക്കും. മഹുവ മൈത്ര അടക്കമുള്ളവർ തൃണമൂൽ കോൺഗ്രസുമായി പല അഭിപ്രായ ഭിന്നതയും ഉണ്ട് എങ്കിലും അതൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ലോക്സഭാംഗം കൂടിയായിട്ടുള്ള മഹുവ മൈത്രയും അതുപോലെ തന്നെ സയോനി ഘോഷ് അടക്കമുള്ളവർ കോൺഗ്രസ് അംഗത്വം എടുത്തുകൊണ്ട് കോൺഗ്രസിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ അങ്ങനെ സംഭവിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുമോ എന്നുള്ളതിന്റെ നിയമവശം കൂടി പരിശോധിച്ചിട്ടായിരിക്കും അത്തരമൊരു പൊതു തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെ പെട്ടെന്നെടുത്ത് ചാടി ഒരു തീരുമാനമെടുക്കേണ്ട എന്നുള്ള രീതിയിലേക്കും ചില ചർച്ചകൾ വഴിയൊരുക്കുന്നുണ്ട്. ഋതബ്രത ബാനർജിയെയാണ് പ്രതിപക്ഷ നേതാവാക്കി സ്പീക്കർ ചുമതലപ്പെടുത്തുന്നതെങ്കിലും അവിടെ ആശയപരമായി മമതയോട് താൻ വിയോജിച്ചിട്ടില്ല എന്ന് ഋതബ്രത ബാനർജി തുറന്നു സമ്മതിക്കുന്നുമുണ്ട്. കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമതയുടെ പിടിവിട്ടുപോയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 15 കൊല്ലം കൊണ്ടുള്ള അവരുടെ അക്രമ രാഷ്ട്രീയം അതിര് കടന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ നേതാവായി സുവേന്ദു വരുമ്പോൾ വാസ്തവത്തിൽ വലിയ തോതിൽ കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളവർ ആഹ്ലാദ പ്രകടനം ഉൾപ്പെടെ നടത്തിയത്. പക്ഷേ മനസ്സിലാക്കേണ്ടത് തൃണമൂൽ വെന്ത് വെണ്ണീറായി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്ത് പ്രതിപക്ഷമില്ല എന്നുള്ള അർത്ഥം വരുന്നില്ല. ഒരു മാസ് ഇന്റഗ്രേഷനിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേരാൻ ഒരുപക്ഷെ സമയം കുറച്ച് എടുത്തെന്നു വരാം. അതിനപ്പുറത്തേക്ക് ബംഗാളിൽ ശക്തമായ ഒരു വ്യതിചലനം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിലവിൽ സയോനി ഘോഷ് അടക്കമുള്ളവർ പല നീക്കങ്ങൾക്കും തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. മമതയുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള കല്യാൺ ബാനർജി അടക്കമുള്ളവർ തൃണമൂൽ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഇപ്പോഴത്തെ ചോദ്യം ഈ പിളർപ്പ് ബിജെപിക്ക് എത്ര എംപിമാരെ നൽകും എന്നത് തന്നെയാണ്.